ലോക സുന്നി സമൂഹത്തിന്റെ ആചാര്യന്മാർ, ഉസ്മാനി ഖിലാഫത്തിൽ ഔദ്യോഗിക സ്ഥാനം വഹിച്ചിരുന്ന പണ്ഡിതന്മാർ, ഷെയ്ഖ് സാഹിദ് അൽ കൗസരി, ഷെയ്ഖ് മഹ്മൂദ് സബരി അൽ ആഫന്ദി, അലവി അൽ മാലികി, ഹബീബ് അലി അൽ ജിഫ്രി, ഷെയ്ഖ് ഹബീബ് ഉമർ, അദ്ദേഹത്തിന്റെ പിതാവ്, ഓരോന്നായി നേരത്തെ ഞാൻ പറയാം. മഹ്മൂദ് സബരി അൽ ആഫന്ദി അവസാനത്തെ ഷെയ്ഖുൽ ഇസ്ലാമാണ് തുർക്കി ഖിലാഫത്തിൽ. തുർക്കി ഖിലാഫത്ത് സുന്നി ഖിലാഫത്താണെന്ന് നിങ്ങൾ പറയുന്നു. അദ്ദേഹം അൻവർ ഷാ അൽ കശ്മീരിയെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കിതാബ് മിർഖാത്ത് എന്റെ അരികിൽ അൽ അസ്ഫാർ അൽ അർബഅ എന്ന സദർ ഷിറാസിയുടെ കിതാബിനേക്കാൾ ഉന്നതമാകുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കിതാബിൽ മൗഖിഫുൽ ഇൽമിൽ 327-ാമത്തെ പേജിൽ അൻവർ ഷാ കശ്മീരിയുടെ കിതാബിൽ നിന്ന് ബഹുമാനപൂർവ്വം അതി ഉദ്ധരിച്ചു. ഒന്ന്. രണ്ടാമത്തെ തുർക്കി ഖിലാഫത്തിൽ ഔദ്യോഗിക സ്ഥാനം വഹിച്ചിരുന്ന ഷെയ്ഖ് സാഹിദ് അൽ കൗസരി അദ്ദേഹത്തിന്റെ മഖാലാത്തിൽ പറഞ്ഞു, ദാറുൽ ഉലൂം ദയ്യൂബന്ദിയ അസ്ഹറുൽ അഖ്താരിൽ ഹിന്ദിയ. ദാറുൽ ഉലൂം ദയ്യൂബന്ദ് ഇന്ത്യയിലെ അസ്ഹറാണ്, സമുന്നത ദീനി. പൂർത്തിയാക്കട്ടെ, നിങ്ങൾ പറഞ്ഞ ഇടയിൽ ഞാൻ പറയില്ല കേട്ടോ. ദാറുൽ ഉലൂം ദയ്യൂബന്ദ് ഇന്ത്യയിലെ അസ്ഹറാകുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മഖാലാത്തിൽ പറഞ്ഞു, ഇബ്നുൽ ഹുമാമിന് ശേഷം അൻവർ ഷാ കശ്മീരിയെ പോലൊരു പണ്ഡിതൻ വന്നിട്ടില്ല. അദ്ദേഹം മറ്റൊരു കിതാബിൽ എഴുതി, സാക്ഷാൽ അണ്ടോണ കാഫിറാക്കിയ കുഫ്റുപരമായ വിശ്വാസമുള്ളത്. കാഫിറാക്കി ഞാൻ പറയുന്നില്ല, ചില ബാക്കിയായിട്ട് അല്ലാഹു അലം. എന്നാലും അഹമ്മദ് റിദാ ഖാൻ പറയുന്നത് ആക്കിയിട്ടുണ്ട്, വ്യക്തമായിട്ട് ആക്കിയിട്ടുണ്ട്. അവരെ കുറിച്ച് അദ്ദേഹം പുകഴ്ത്തി പറഞ്ഞു. ഷെയ്ഖ് സാഹിദ് അൽ കൗസരി, സയ്യിദ് അലവി മാലിക്കിയുടെ മഫാഹിം അവതാരിക എഴുതാൻ അന്താരാഷ്ട്ര പണ്ഡിതന്മാരെ അദ്ദേഹം ഏൽപ്പിച്ചു. 39-ാമത്തെ പേജിൽ അവതാരിക എഴുതിയത്, 40-ാമത്തെ പേജ്, 41-ാമത്തെ പേജ്, 57, 58, 59 അവതാരിക എഴുതിച്ചത് ദൈവന്തി പണ്ഡിതന്മാരെ കൊണ്ടാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ സനദിൽ 4 പേര് ദൈവന്തികളാണ്. അദ്ദേഹത്തിന് നിങ്ങൾ പാരമ്പര്യം പറഞ്ഞല്ലോ. അദ്ദേഹം നബിയിലേക്ക് എത്തുന്നത് 4 ദൈവന്തികളുടെ, ഞാൻ പേര് പറഞ്ഞുതരാം. മുഫ്തി ഷഫി, ഷെയ്ഖ് ബിന്നൂരി, അതുപോലെ മറ്റു 2 പേരും കൂടെ. 240-ാമത്തെ പേജിൽ അദ്ദേഹം സ്വന്തമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഉസ്താദ് സാക്ഷാൽ അണ്ടോണ അമ്പേട്ടവി എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്ന ആളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഖാലൽ അല്ലാമ അൽ മുഹദ്ദിസുൽ കബീർ ഖലീൽ അഹ്മദ് അസ്സഹാറംപൂരി ഫീ കിതാബിഹി ബദലുൽ മജ്ഹൂദ് ശറഹി സുനനി അബീ ദാവൂദ്. ഉഗ്ര പണ്ഡിതനായ മഹാനായ മുഹദ്ദിസ് ഖലീൽ അഹ്മദ് അസ്സഹാറംപൂരി പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ എഴുതിയ കിതാബിൽ സക്കീറ റഹ്മത്തുള്ളാഹിക്ക് എഴുതിയ കത്തിൽ പറഞ്ഞു, നിങ്ങളുടെ വിനീത വിധേയൻ ഖാദിമുനിആലിക്കും, നിങ്ങളുടെ ചെരുപ്പുകളുടെ സേവകൻ. അവരുടെ ചെരുപ്പുകൾക്ക് സേവനം ചെയ്തത് മഹത്തായിട്ട് കണ്ടിരുന്ന ആളാണ് നിങ്ങളുടെ മർക്കസിന് അടിത്തറവാകിയത്. ഇനി പറയാം, നിങ്ങളുടെ ഷെയ്ഖുമാരാണിത്. ഷെയ്ഖ് ഹബീബ് ഉമർ അദ്ദേഹത്തിന്റെ പിതാവ്. പിന്നെ നിങ്ങൾക്ക് ഹബീബ് അലി ജിഫിനെ അറിയില്ലെന്ന് പറയരുത്. കേരളത്തിൽ അദ്ദേഹത്തെ നിങ്ങൾ ദുആക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ ഹളറമൗത്തിലുള്ള വലിയ സുന്നി പണ്ഡിതനാണ് അദ്ദേഹം. ഇംഗ്ലണ്ടിലുള്ള തബ്ലീഗിന്റെ ദഅവത്തിന്റെ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അവിടെ ഒരു മജ്ലിസിൽ ദുആക്ക് വേണ്ടി ഷെയ്ഖ് യൂസുഫ് മോട്ടാലയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ ലോക സുന്നി സൂഫി അഷ്അരി പണ്ഡിതരെ കുറിച്ച് എന്ത് പറയുന്നു? അതായത് ഇവർ അംഗീകരിക്കുന്ന കുറെ മഹാന്മാരാകുന്ന ആളുകളെ കുറിച്ച് കുറെ സുന്നി പണ്ഡിതന്മാരെ കുറെ മാത്രം പറഞ്ഞിട്ടുണ്ട്. അത് ജർഹുദാനിയുടെ മേഖലയിൽ അങ്ങനെ കുറേ പറയും. പക്ഷേ ഈത്തിക്കാതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെയാണ് വരാറ്. എങ്കിലും ഒരു തകരാറിലാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മുടെ ബന്ധുക്കളൊന്നും അംഗീകരിക്കുക. ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ ഇസ്തിഹാസ് അംഗീകരിച്ച ആൾക്കാരാണ്. ഉദാഹരണം പറയാം, അള്ളാഹു അല്ലാത്ത നബിമാരടക്കമുള്ള മഹാന്മാരോട് നേരിട്ട് കൊണ്ടുള്ള സഹായം ചോദിക്കുക. ഇവരൊക്കെ അംഗീകരിച്ച ആളുകൾ. ആ ഒരു ചോദ്യത്തിനെ കുറിച്ച് തെറ്റാണ് എന്ന് മുജാഹിദും ജമാഅത്തും പറയുന്നത് പോലെ പറഞ്ഞത്. ഉദാഹരണം 10-ാം വർഷം ഞാൻ റസൂലുള്ളാഹിനെ വിളിക്കൽ എങ്ങനെയും ചോദിച്ചപ്പോൾ അത് തെറ്റാണെന്ന് വന്നതാണ്. ആ തരം വിശ്വാസമുള്ള ആളുകളെ കുറിച്ച്, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് പറയുന്ന ആളുകളെ കുറിച്ച് അത് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് പുറത്തി പറയാൻ? അപ്പോൾ അവർക്കുള്ള ഇൽമും കഴിവും അത് അംഗീകരിച്ച് കൊടുത്തുകൊണ്ട് ചിലപ്പോൾ വ്യക്തിയുണ്ടാവും. അത് പറയും. അത് വലിയ പ്രസംഗത്തെ പറ്റി ചിലപ്പം പ്രസംഗത്തിലെ തിരക്കടില്ല, പക്ഷെ പറഞ്ഞത് ശരിയില്ല, അങ്ങനെ കൊണ്ട് പറയും. അപ്പോൾ തെളിവുകൾ 10 വ്യക്തികൾ എന്ന് പറയാൻ പറ്റില്ല. ആ പുരോഹിതന്റെ അർത്ഥം കഴിവ് അംഗീകരിച്ചു. അതേ സമയത്ത് ഞാൻ പറഞ്ഞതൊന്നും കുറ്റപ്പെട്ടില്ല. ഇതേപോലെ ചിലപ്പോൾ അവർ ഈ പറഞ്ഞ അപകടമായി പഠിച്ച വാദങ്ങളെ കുറിച്ച് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതേ സമയത്ത് ഈ പറഞ്ഞ പണ്ഡിതന്മാർ വലിയ പണ്ഡിതന്മാരാണ്. പക്ഷെ അവർ ഇസ്തിഹാസ
എതിർക്കുന്നുണ്ട്. അതെന്തായിരുന്നാൽ ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിഷയം നമ്മൾ തർക്കത്തിരിക്കുന്ന വിഷയമല്ല. മഹാന്മാരുടെ കഴിവ് അംഗീകരിക്കലും അവർ വ്യത്യാസമാണ്. അതിനെ ന്യായീകരിച്ച് പരിശീലനത്തിൽ ഞങ്ങളുടെ പത്താം പരിശീലിച്ച കാരണം പറയാം അങ്ങനത്തെ വാദങ്ങൾ വന്നിട്ട് വലിയ ആത്മീയങ്ങളല്ലേ. അതുകൊണ്ട് അവർ ക്രിസ്ത്യാനിട്ടുണ്ട് അത് പുരുഷന്മാരെ ശീലിക്കാം എന്തെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്മൃതി പണ്ഡിതനെ അംഗീകരിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ വാദല്ലേ അവരെ കഴിഞ്ഞ വിഷയം. ഞാനെന്താ പറയുക, ഇവരെല്ലാം എല്ലാ വിഷയത്തിലും യോജിപ്പെട്ടെന്നല്ലോ പറഞ്ഞത്. നിങ്ങളുടെ ഉസ്താദ് സാക്ഷാൽ അണ്ടോണ ഒരു സങ്കോചവും ഇല്ലാതെ കുബറാണെന്ന് പറഞ്ഞിരുന്ന ആളുകളെ പറ്റി കുളത്തിലെ തവളകളായ നിങ്ങൾക്ക് ലോക നേതാക്കളുടെ പത്രവും തിരിച്ചറിയാ ചെയ്യുന്നത്. അവരെ എഴുതിയത് അവരറിയാതെ എഴുതുന്നത് നിങ്ങളുടെ നേതാക്കൾ അറിയില്ലാതെ ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നിട്ട് ഒരാളെ പറ്റി പഠിക്കാതെ പറയോ. പിന്നെ റഷീദ് അഹമ്മദ് ഗംഗോഹി യാ റസൂലുള്ളാഹി കഹനാൻ ആജായിസിന്റെ നിരുപാധികൾ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉപാധി വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ദൈവബന്ധി ഉലമാക്കൾക്ക് ഇസ്തിയാദിനെ പറ്റി ഒരു നിലപാടുണ്ട്. റഷീദ് അഹമ്മദ് ഗംഗോഹി അത് മറ്റൊരിടത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. യാ റസൂലല്ലാഹ് ആലിമെ ഗൈബ് സമജ്കർ കഹന, ആലിമുൽ ഗൈബാണെന്ന് കരുതി. അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവില്ല, പക്ഷെ അഹമ്മദ് ഖാൻ പറയുന്ന ആളുകൾ കരുതുന്നുണ്ട് അവർ ആലിമുൽ ഗൈബ് എന്ന നബിയെ പറ്റി പറയുന്നുണ്ട്. ഞാനൊരു മുഖാമുഖത്തിന് പെരുങ്ങാടി വെച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ ഉസ്താദ് പറഞ്ഞു നമ്മൾ അങ്ങനെ പറയുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും റഷീദ് അഹമ്മദ് ഗംഗോയുടെ പത്രത്തോടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ലോക നേതാക്കളെ പറ്റി അറിവില്ലാത്തവരാന്ന് പറയുന്നതിന് സമാണിത്. അവർ നോക്കാതെ പഠിക്കാതെ പറഞ്ഞു. നമ്മൾ അവരാ വശവശം നമ്മൾ പഠിക്കുന്ന പറഞ്ഞു ആരുമിൽ വൈബ് പറഞ്ഞിട്ടല്ല പറഞ്ഞു വായിച്ച് വേണ്ട പത്താവശ്യം അതായത് ഇങ്ങനെയുള്ള അത് മുഖേന ചിത്രലി മാല പച്ചക്കളറെ ഇതങ്ങനെയല്ല. അത് മുഖേന എന്ന് വിശ്വസിച്ച് പറഞ്ഞാൽ എന്ന് തന്നെ പത്താവശ്യം. അപ്പൊ അത് ഉദാഹരണം പറഞ്ഞാൽ ഇതുപോലെ മുഴുവൻ പറ്റിയിട്ടും പറഞ്ഞത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വാദഗതികൾ അത് വെച്ചിട്ട് അത് ശരിയാണ് എന്ന് ഈ പറഞ്ഞ മുഖേറ്റി എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് മുഴുവൻ അഭിപ്രായം. ഞാൻ നിങ്ങളോട് അങ്ങനെ അവരെല്ലാ വിഷയത്തിലും യോജിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ വിഷയങ്ങളുണ്ട്, എല്ലാ വിഷയം യോജിച്ചു പറഞ്ഞിട്ടില്ല. അവർ വിനിയോഗിച്ച വിഷയങ്ങളുണ്ട്. അതിന് പുറമെ ആദരിച്ചിരുന്നു. അഹമ്മദുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞിരുന്നു. അവരുടെ സനദിലുള്ള പേരുണ്ട്. പത്തപ്രിയത്തിന്റെ പ്രസംഗത്തെ തിരക്കില്ല. മുമ്പ് 3-4 മണിക്കൂർ പ്രസംഗിച്ചതെന്ന് പറയും. പക്ഷേ പറഞ്ഞ ആശയം അതിനറിയാറില്ല. അപ്പൊ ഈ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് പത്തപ്രിയത്തെ വിദ്യകൾ അന്വേഷിച്ചു പറയാൻ പറ്റുമോ? അവിടെ മനസ്സിലാക്കുന്നില്ല. ഇസ്തിയാദിനെ പറ്റിയുള്ള ദൈവതുലമാക്കളുടെ ഫത്വ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വേറൊരു സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടുത്തെ വിഷയം നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട ലോക പണ്ഡിതന്മാർ അന്നും ഇന്നും സയ്യിദ് അലവി മാലിക്ക് അറിയാതെ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മകൻ അഡ്മിഷൻ വാങ്ങാതെ ടൂറിസ്റ്റ് വിസയിൽ വന്നതായതുകൊണ്ട് അഡ്മിഷൻ വാങ്ങാതെ താമസം ദൈവത്തിൽ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, നെല്ലക്കുതുസ്ഥാൻ പഠിച്ചിട്ടുണ്ട്, നമ്മളെ സൂര്യമവസ്ഥ പഠിച്ചിട്ടുണ്ട്, പൊൻവസ്ഥ പഠിച്ചിട്ടുണ്ട്. അവതാ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ വാദഗതി മറ്റൊക്കെ അവർ കുന്തി എന്ന വിവരം ഇവർക്ക് അറിയില്ല. അറിയാൻ പഠിക്കാൻ പഠിച്ചാൽ അറിയൂലേ? അതെ, പഠിച്ച അറിഞ്ഞു അറിയാൻ പറ്റും. പിന്നെയാണ് എതിർത്തിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ എതിർക്കുന്നത്. പഠിച്ച സ്ഥിതിക്ക് നേരെ മറിച്ച് 40 പഠിച്ചു. ഞാനോട് പറഞ്ഞു ഞാൻ സഖാഫിയാകേണ്ട വരെ എഴുതിയിട്ടില്ല, തെബിലിക്കാൻ എതിർത്തിട്ടില്ല, എവിടെ പ്രസംഗിച്ചിട്ടില്ല. ഞങ്ങൾ നല്ലത് പറഞ്ഞല്ലോ. പിന്നെ അവിടെ പോയി പഠിച്ചു, ബോധ്യപ്പെട്ടു മാത്രമായിട്ട് ഞാൻ ഉദ്ധരിച്ചത് ചിന്തിക്കും. അതുപോലെ ഞാൻ ഉദ്ധരിച്ചു. അത് പഠിച്ചപ്പോഴാണ് പഠിച്ചോണ്ട് ഞാൻ മറുപടി പറയുന്നില്ലേ അതൊന്നും ശരിക്കുന്നതേ. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ പഠിച്ച അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇതുപോലെ വ്യക്തമായി ചിലപ്പോൾ ഒരു ഭാഗം മനസ്സിലാക്കി അവർ മഹത്വം കണ്ടിട്ടുണ്ടാകണം. അതേസമയത്ത് അവർക്ക് ഇന്ന വാദങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇവർ മനസ്സിലാക്കി ആ വാദം നിരത്തി വെച്ച് ഇതൊക്കെ നല്ല വാദം തന്നെയാണ്, അതുകൊണ്ട് എല്ലാവർക്കും അവർ മഹാന്മാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഞങ്ങൾ സാധാരണ ചോദ്യം ഞങ്ങൾ നേതാക്കന്മാരെ പുകഴ്ത്തിയിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ സദസ്സിലുണ്ടല്ലോ. അപ്പം എന്താണ് അത് ഞാൻ പറഞ്ഞ എല്ലാവർക്കും എല്ലാത്തിനും വശം അറിയപ്പെടുന്നില്ല. അപ്പൊ അറിയാതെ പറഞ്ഞിട്ടുണ്ട്. അത് ആ പറഞ്ഞ കാര്യങ്ങളും ഈ മാത്രം അല്ലെങ്കിലോ ഇനി അറിഞ്ഞാൽ തന്നെ ഈ വശത്തിൽ അവർക്ക് നല്ല കഴിവാണ്. തീവ്രതീവിനെക്കുറിച്ചുള്ളതാണ് പറഞ്ഞത്. ഇല്ലല്ലേ എല്ലാവരും പറയുന്നത്. അതേസമയത്ത് ഇസ്തിയാദ് വിഷയം വരുമ്പോൾ നമ്മുടെ മുമ്പത്തെ അബദ്ധം പറ്റിയിട്ടുണ്ട് അങ്ങനെ പറയുന്നത്. അത് സത്യത്തിൽ ഉള്ളതില്ല. ഇപ്പൊ പ്രവർത്തനം പറഞ്ഞത് നല്ല വേഷം അല്ല, പ്രവർത്തനം നല്ലതാണ്. പല്ല് തേക്കലും ഞാൻ പറഞ്ഞ ഇങ്ങനെ പത്തപ്പിൽ അംഗീകരിച്ചതല്ല. നിങ്ങൾ ആ ചെയ്യുന്ന ശരിയല്ല.
നിസ്കരിക്കാൻ പോവുക. അപ്പൊ 4 ആളെ വിളിക്കുക, എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ചിരിക്കുക, സംസാരിക്കുക. നല്ല കാര്യമാണല്ലോ. അതിനകത്ത് 10 പേര് പിന്നെ അംഗീകരിച്ചു എന്നല്ല. പക്ഷെ ആ ശൈലിയിലൂടെ മുന്നോട്ട് ലാസ്റ്റ് എത്തിക്കുന്ന ആശയം അത് പേച്ചലാണ്. ആ പേച്ച തിരുത്തി തന്നാലും നമുക്ക് തിരുത്താം. അവിടെ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് ആശയങ്ങൾ പറഞ്ഞു, തെളിവും പറഞ്ഞു. അവിടെ ആശയം ശരിയായിട്ട് വസ്ത്രം നല്ലതാണെന്നോ പിന്നെ പല്ലിയൊക്കെ നല്ല പറഞ്ഞത് ജാഹിദുൽ കൗസരി അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞു ثم يأتي دور إخواننا من اليهود من الهنود من أهل السنة അഹ്ലുസുന്നയുടെ ആളുകൾ വരുന്നു എന്ന് പറഞ്ഞ 2 പേജ് പറഞ്ഞിട്ട് പറഞ്ഞു ഇവർ അഹ്ലുസുന്നയാണ്. തുർക്കി ഖിലാഫത്തിലെ ഔദ്യോഗിക സ്ഥാനം വഹിച്ചിരുന്ന ഷെയ്ഖ് സാഹിദുൽ കൗസരി ഒരാളെ പറ്റി അഹ്ലുസുന്ന അയാളുടെ കിതാബ് വായിക്കാതെ നിങ്ങളുടെ നേതാക്കൾ പറയോ? അതുകൊണ്ട് എന്തായാലും ഇവിടുത്തെ ജനങ്ങൾക്ക് തിരിയുന്നുണ്ട്, നിങ്ങളുടെ പൈസ നമുക്ക് മുതലായിട്ടുണ്ട്. അവിടെ 20% ആളുകൾ ബാക്കിയുണ്ടായിരുന്നു, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ നീട്ടിക്കൊണ്ടത് നമുക്ക് ഞാൻ പറയുന്നത് ദൈവബന്ധ നേതാക്കൾ സമസ്ത സമ്മേളനത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ വലിയ ആശയം തിരിയില്ല. തിരിഞ്ഞ ശേഷമാണ് പിന്നീട് ചെയ്തത് അത് തിരുത്തിയത്. അപ്പൊ എല്ലാവർക്കും എല്ലാ ഉള്ളവഴികളും അറിഞ്ഞുകൊള്ളുന്നില്ലല്ലോ. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത് പത്തപ്പിരിയ ഡിഗ്രിയെ പറ്റി നല്ലത് പറയുന്നത് പറയും. പക്ഷെ ആശയം പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ ബോധ്യപ്പെടുക. അപ്പൊ അത് ആ രീതിയിൽ ഒരു വശത്ത് അതിന് പറഞ്ഞിട്ടുണ്ടാവും, അത് ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആശയപരമായ വൈകല്യങ്ങൾ അത് തുറന്നു കാണിച്ചിട്ടുണ്ട്. ആ വൈകല്യങ്ങളാണ് ഗ്രന്ഥങ്ങൾ നേരത്തെ ഞാൻ വിശ്വാസം എടുത്തത്. മരിച്ചപ്പോൾ